എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജന റജി അയ്യാർ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കോമ്പൗണ്ട്സുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ പാർട്ടിലേക്കാണ്. അപ്പോൾ കോമ്പൗണ്ട്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലോ? യെസ്, തുടങ്ങാം നമുക്ക്. അപ്പോൾ കോമ്പൗണ്ട്സിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് കോമ്പൗണ്ട്? നമുക്കറിയാം കോമ്പൗണ്ടിന് നിർവചനം നൽകിയത് ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ എന്താണ് കോമ്പൗണ്ടിന് ഡെഫിനിഷൻ നൽകിയത്, എവിടെയാണ് നൽകിയത്? തീർച്ചയായിട്ടും അത് അറ്റോമിക് തിയറിയിലാണ് നൽകിയത്. നമുക്കറിയാം അറ്റോമിക് തിയറിയിൽ ജോൺ ഡാൾട്ടൺ ആണ് നമ്മുടെ ഈ കോമ്പൗണ്ട്സിന് ഡെഫിനിഷൻ നൽകിയത്. എന്തായിരുന്നു നൽകിയ ഡെഫിനിഷൻ? അതായത് 2 or more ആറ്റംസ്, അതായത് ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണ്. കമ്പൈൻ ചെയ്യുന്നത് അത് വ്യക്തമായ ഒരു റേഷ്യോയിലായിരിക്കണം, ഒരു ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഏതൊരു പദാർത്ഥത്തെ നമുക്ക് എന്ത് വിളിക്കാം? കോമ്പൗണ്ട് എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പോൾ ഉദാഹരണം, കോമ്പൗണ്ട്സ് ആർ കെമിക്കൽ സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more എലമെന്റ്സ് ദാറ്റ് ആർ കെമിക്കലി ബൗണ്ടഡ് ടു ദ ഫിക്സഡ് റേഷ്യോ. ഫോർ എക്സാമ്പിൾ, നമുക്ക് എഴുതാം ഒരു ഹൈഡ്രജനെ എടുക്കാം, അതോടൊപ്പം നമുക്ക് ഓക്സിജനെയും എടുക്കാം. ഓക്കെ, 2 or more എന്നല്ലേ, അപ്പം നമുക്ക് രണ്ടുപേരെ എടുത്തിരിക്കുകയാണ്, ഹൈഡ്രജനെയും ഓക്സിജനെയും. ഇവ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പോവാണ്. ഇത് ഹൈഡ്രജൻ്റെ ആറ്റവും ഇത് ഓക്സിജൻ്റെ ആറ്റവുമാണ്. ഇവ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു റേഷ്യോയിലായിരിക്കണം. അപ്പോൾ ആ 2:1 എന്ന് പറയപ്പെടുന്ന ഒരു റേഷ്യോയിൽ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുകയാണ്. ഇങ്ങനെ കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന എന്താണെന്ന് ചോദിച്ചാൽ അത് H2O എന്ന് പറയപ്പെടുന്ന ഒരു കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ടിന്റെ പേരാണ് വാട്ടർ. നമുക്കറിയാം അല്ലേ, വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ കോമ്പൗണ്ട്സ് ആർ ദ കെമിക്കൽ സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more എലമെന്റ്സ് ദാറ്റ് ആർ കെമിക്കലി ബൗണ്ടഡ് ടു ദ ഫിക്സഡ് റേഷ്യോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കോമ്പൗണ്ടുകളെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കും? തീർച്ചയായിട്ടും അവർക്കൊരു റേഷ്യോ ഉണ്ടായിരിക്കും. ആ റേഷ്യോയുടെ ബേസിസിൽ ഉണ്ടാകുന്നവയാണ് നമ്മൾ കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കാറുള്ളത്. ഇനി അടുത്തത്, when the elements combine, some individual property of the elements is lost and the newly formed compound has a new property. നമുക്കൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ഹൈഡ്രജൻ്റെതായ പ്രോപ്പർട്ടി ഉണ്ട്, ഓക്സിജൻ്റെതായ പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷേ ഇവ എന്ത് ചെയ്യും? ഹൈഡ്രജൻ്റെ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഓക്സിജൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. എന്നിട്ട് അവയ്ക്ക് എന്ത് പ്രോപ്പർട്ടി മാത്രമേ കാണത്തുള്ളൂ? ഇവ തമ്മിൽ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രമേ കാണുകയുള്ളൂ. അതാണ് കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. when the elements combine, some individual property of the elements is lost. അതായത് ഹൈഡ്രജന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഓക്സിജന് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് തമ്മിൽ അതെന്ത് ചെയ്യും? അതൊക്കെ ഇല്ലാണ്ടായി പോകും. എന്നിട്ട് the newly formed compounds has a new properties. എന്നിട്ട് ഫോം ചെയ്ത് ആരാണ്? വാട്ടർ ആണ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ. ആ വാട്ടറിന് വേറെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഇതാണ് കോമ്പൗണ്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മുന്നോട്ട് വരാം. ഇനി മുന്നോട്ട് വന്നാൽ ഈ കോമ്പൗണ്ടുകൾക്ക് തീർച്ചയായിട്ടും എന്തുണ്ട്? കെമിക്കൽ ഫോർമുലയുണ്ട്. അവിടെ കെമിക്കൽ ഫോർമുലയ്ക്ക് ഒരുപാട് പ്രാധാന്യം എവിടെയുണ്ട്? നമ്മുടെ കോമ്പൗണ്ടുകൾക്കുണ്ട്. കോമ്പൗണ്ടുകൾ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചധികം കോമ്പൗണ്ടുകളുടെ കെമിക്കൽ ഫോർമുല അറിഞ്ഞിരിക്കണം. എല്ലാമെന്ന് പറയുന്നില്ല, എല്ലാം നമുക്ക് ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല. എന്നാൽ കുറച്ചധികം കോമ്പൗണ്ടുകളുടെ കെമിക്കൽ ഫോർമുല നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ദെയർ കെമിക്കൽ ഫോർമുല. കോമ്പൗണ്ടുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അവയുടെ കെമിക്കൽ ഫോർമുല ആയിരിക്കും. ഇപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ WATER, വാട്ടർ എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് എന്താണ് അവയുടെ കെമിക്കൽ ഫോർമുലയായിട്ട് എഴുതാൻ പറ്റും. ആ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് H2O എന്ന് പറയുന്നതാണ്. ഓക്കെ, H2O എന്ന് പറയുന്നതാണ് ഇവിടെ കെമിക്കൽ ഫോർമുല. എ കെമിക്കൽ ഫോർമുല ഈസ് എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി പ്രൊപ്പോർഷൻസ് ഓഫ് ആറ്റംസ് ദാറ്റ് കോൺസ്റ്റൻസ് പർട്ടിക്കുലർ കെമിക്കൽ കോമ്പൗണ്ട്. കണ്ടോ, അതിനകത്തെ കെമിക്കൽ കോമ്പൗണ്ടുകൾ തമ്മിലുള്ള ഒരു പ്രൊപ്പോസിഷൻസ് ഉണ്ടല്ലോ, ആ കെമിക്കൽ പ്രൊപ്പോസിഷൻ വഴിയാണ് അവയുടെ കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ സിമ്പലുകൾ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ 2 ഹൈഡ്രജനും 1 ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് ആരുണ്ടായത്? വാട്ടർ ഉണ്ടായത്. നമുക്ക് പരിചയമുള്ള മറ്റൊരു കോമ്പൗണ്ടാണ് അമോണിയ, NH3 എന്നാണ്. ഓക്കെ, NH3 ഈ പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണെന്ന് ചോദിച്ചാൽ 1:3 എന്ന റേഷ്യോയിലാണ്. അതായത് ഒരു നൈട്രജനും 3 ഹൈഡ്രജനും എന്നാണ്. ഒരു ഹൈഡ്രജനും 3 ഹൈഡ്രജനും എന്ന് നമുക്ക് ഈ അതിൻ്റെ കെമിക്കൽ ഫോർമുലയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ കെമിക്കൽ ഫോർമുലയിൽ വ്യക്തമായിട്ട് റേഷ്യോയുടെ പ്രൊപ്പോർഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, കെമിക്കൽ ഫോർമുല ഓഫ് എ വാട്ടർ H2O ഷോ ദാറ്റ് 2 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ and 1 atom of oxygen combine to form molecule H2O. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ്. ഹൈഡ്രജനും 2 ഹൈഡ്രജനും 1 ഓക്സിജനും തമ്മിൽ എന്ത് ചെയ്യുകയാണ്?
കൂടി ചേർന്നാണ് വാട്ടർ എന്ന് പറയപ്പെടുന്ന മോളിക്യൂൾ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, വാട്ടർ എന്ന് പറയപ്പെടുന്ന മോളിക്യൂൾ ഫോം ചെയ്തിരിക്കുന്നത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ്. അവിടുത്തെ റേഷ്യോ 2:1 എന്ന റേഷ്യോ ആണ്. 2:1 എന്ന റേഷ്യോ ആണ്. ക്ലിയർ ആയില്ലേ? കോമ്പൗണ്ടിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി അടുത്തത് കെമിക്കൽ ഫോമുല. ഓക്കെ, നമുക്ക് നമ്മുടെ കെമിക്കൽ ഫോമുലയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമാണ് ദ കെമിക്കൽ ഫോമുല ഓഫ് എ കോമൺ സോൾട്ട്. കോമൺ സോൾട്ട് ആരാ? NaCl ആണ്. അപ്പൊ NaCl-നകത്ത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. NaCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സോഡിയം ഉണ്ട്, ഒരു ക്ലോറിനും ഉണ്ട്. അപ്പോൾ 1:1 എന്ന റേഷ്യോയിൽ കമ്പൈൻ ചെയ്തിട്ടാണ് സോഡിയവും ക്ലോറിനും 1:1 എന്ന റേഷ്യോയിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ആരുണ്ടായത്? സോഡിയം ക്ലോറൈഡ് എന്ന് പറയപ്പെടുന്ന മോളിക്യൂൾ ഫോം ചെയ്തത്. ഹൈഡ്രജൻ വാട്ടർ ഉണ്ടായതും അമോണിയ ഉണ്ടായതും സോഡിയം ക്ലോറൈഡ് ഉണ്ടായതും നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ NaCl എന്ന് എഴുതുന്നതാണ് അതിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തമായ റേഷ്യോയിൽ ഫോം ചെയ്യുന്നവയാണ് നമ്മൾ കോമ്പൗണ്ടുകൾ എന്ന് പറയാറുള്ളത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി നമുക്ക് എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ടുകളുടെ എക്സാമ്പിളുകളിലേക്ക് വരാം. നമുക്കറിയാം കോമ്പൗണ്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകളൊന്ന് വാട്ടറാണ്. H2O എന്ന് പറയപ്പെടുന്ന വാട്ടറാണ്. പിന്നെ പരിചയമുള്ളതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. കണ്ടോ, അതായത് ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഉണ്ടായ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് ഒരൊറ്റ കോമ്പൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ? അല്ല, ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നുണ്ട്. കാരണം നമുക്കിവിടെ റേഷ്യോയ്ക്കാണ് പ്രാധാന്യം. കോമ്പൗണ്ടുകളുടെ കൂട്ടത്തിൽ റേഷ്യോയ്ക്കാണ് പ്രാധാന്യം. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ മാത്രമല്ല ഫോം ചെയ്യുക. അതുകൊണ്ട് ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്ന റേഷ്യോയിൽ കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ ഉണ്ടാകുന്നത്. എന്നാൽ നോക്കിയേ, ഹൈഡ്രജനും ഓക്സിജനും എന്താണ്? 2:2 എന്ന് പറയപ്പെടുന്ന റേഷ്യോയിൽ രണ്ട് വീതം പോകുന്നു. 2:2 എന്ന് പറയപ്പെടുന്ന റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 എന്ന് പറയപ്പെടുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോം ചെയ്യുകയാണ്. നോക്കിയേ, 2 atoms of hydrogen combine with 1 atom of oxygen. ഓക്കെ ആണ്. അതായത് വാട്ടർ എന്ന് പറയപ്പെടുന്നതിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് പറഞ്ഞാൽ 2 ആറ്റം ഹൈഡ്രജനും ഉണ്ടായിരിക്കും, 1 ആറ്റം ഓക്സിജനും ഉണ്ടായിരിക്കും. എന്നാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണെങ്കിലോ 2 atoms ഓഫ് ആരാണ്? ഹൈഡ്രജനും 2 atoms ഓഫ് ഓക്സിജനും ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് മനസ്സിലാക്കാം ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ഒരു കോമ്പൗണ്ട് മാത്രമല്ല ഉണ്ടാവുക. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് നിരവധി കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതാ 2 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടുകളുടെ പേര് ആദ്യം പഠിച്ചു. അതേപോലെ തന്നെ NaCl എന്ന് പറയപ്പെടുന്നതിനകത്തും നമ്മളെ സോൾട്ടാണ്. അതിൻ്റെ എക്സാമ്പിൾ ഓൾറെഡി പറഞ്ഞതാണ്. 1 ആറ്റം ഓഫ് സോഡിയം ആൻഡ് 1 ആറ്റം ഓഫ് ക്ലോറിൻ കമ്പൈൻ ചെയ്തിട്ടാണ് ആരുണ്ടാവുന്നത്? സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? യെസ്. ഇനി മുന്നോട്ട് കോമ്പൗണ്ടുകളും അവയുടെ കെമിക്കൽ ഫോമുലയും നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. അതിൽ നിന്നല്ലേ നമ്മൾ തുടങ്ങേണ്ടത്. അപ്പോൾ ആൽക്കഹോളുകളിലേക്കാണ് വരുന്നത്. ആൽക്കഹോളിൽ ഇവിടെ കൊടുത്തേക്കുന്നത് C2H6 എന്നുള്ള C2H6O എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, C2H6O എന്ന് പറയപ്പെടുന്നത് ആൽക്കഹോളുകളുടെ കോമ്പൗണ്ട്. ആൽക്കഹോൾ എന്ന് പറയുന്നതിൻ്റെ കെമിക്കൽ ഫോമുലയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അസറ്റിക് ആസിഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? C2H4O2 എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനെയും പഠിച്ചിട്ടുണ്ട്, CH3COOH എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? CH3COOH എന്ന് പറയപ്പെടുന്നത് നമ്മൾ എന്താണ് ഷോർട്ടായിട്ട് എഴുതിയിരിക്കുകയാണ് C2H4 വരുന്നില്ലേ? O2 എന്ന് പറയപ്പെടുന്നത് എന്താണ്? അസറ്റിക് ആസിഡിന്റെ കെമിക്കൽ കോമ്പൗണ്ടിന്റെ ഫോമുലയാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ സൾഫ്യൂരിക് ആസിഡ് എല്ലാവർക്കും അറിയാം, H2SO4 ആണ്. അമോണിയ NH3 ആണ്. ഇതിനടുത്ത് മീഥെയിൻ CH4 ആണ്. നൈട്രസ് ഓക്സൈഡ് N2 ആണ്. സോൾട്ട്, അതായത് നമ്മുടെ കോമൺ സോൾട്ട് ഉപ്പ് എന്ന് പറയപ്പെടുന്നത് NaCl ആണ്. അപ്പോൾ എല്ലാ കോമ്പൗണ്ടുകൾക്കും എന്തുണ്ട്? കെമിക്കൽ ഫോമുല ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ജസ്റ്റ് ഈ ഭാഗം ഒന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന കോമ്പൗണ്ടുകളും നിങ്ങൾക്കറിയാവുന്ന കെമിക്കൽ ഫോമുലകളുമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കോമ്പൗണ്ടുകൾക്കും ആരുണ്ട്? കെമിക്കൽ ഫോമുല ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഏതൊരു കോമ്പൗണ്ട് പഠിച്ചാലും ഇവിടെ കെമിക്കൽ ഫോമുല ഈസി ആണെന്നുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക. ടഫ് ആണെങ്കിൽ പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പഠിച്ചു വെച്ചോണം. ഓക്കെ, ഇനിയും നമുക്ക് ശ്രദ്ധിക്കുക, കോമ്പൗണ്ടുകളെ നമുക്ക് എത്ര ഗ്രൂപ്പുകളായിട്ട് തിരിക്കാൻ സാധിക്കും? ദേ ആർ 2 ബേസിക് ഗ്രൂപ്പ്സ് ഓഫ് കോമ്പൗണ്ട്. കോമ്പൗണ്ടുകളെ നമുക്ക് 2 ബേസിക് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാൻ സാധിക്കും. 2 ബേസിക് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാൻ സാധിക്കും. വി ആർ കാറ്റഗറൈസ്ഡ് ബൈ ദ വേ ഓഫ് ആറ്റംസ് ഇൻ ദ കോമ്പൗണ്ട് ബൈൻഡ് ഈച്ച് അതർ. ഓക്കെയാണ്, ഓർത്ത് വെച്ചിരിക്കുക. ഈ കോമ്പൗണ്ടുകൾ തമ്മിൽ കൂടിച്ചേർന്നിരിക്കുന്ന വെച്ചിട്ടാണ് നമ്മൾ ഇവയെ 2ആയിട്ട് തിരിക്കാൻ പോകുന്നത്. 2 types of
types are called, such two types are called molecular and salt compounds. Salt എന്ന് വെച്ചാൽ ionic compounds ആണ്. അപ്പോൾ molecular compoundsനെയും നമുക്കുണ്ട്, ionic compoundsനെയും ഉണ്ട്. അവ കൂടി ചേർന്നിരിക്കുന്ന രീതി എങ്ങനെയാണ് എന്ന് വെച്ച് നമുക്ക് കോമ്പൗണ്ടുകളെ രണ്ടായിട്ട് തിരിക്കാം. മോളിക്കുലാർ കോമ്പൗണ്ടുകളെന്നും അതോടൊപ്പം തന്നെ എന്താണ് അയോണിക് കോമ്പൗണ്ടുകളെന്നും രണ്ടായിട്ട് നമുക്ക് കോമ്പൗണ്ടുകളെ തിരിക്കാൻ സാധിക്കും. അല്ലാതെ തന്നെ എ മോളിക്കുലാർ കോമ്പൗണ്ട് കൺസിസ്റ്റ് ഓഫ് മോളിക്യൂൾസ് ഹൂസ് ഫോർമുല റെപ്രസെന്റ് ആസ് എ ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് ബോണ്ടഡ് വിത്ത് ദ മോളിക്യൂൾ. നമ്മളിപ്പോൾ മോളിക്കുലാർ കോമ്പൗണ്ട് എന്ന് വെച്ചാൽ അതിനകത്ത് വ്യക്തമായിട്ട് എന്താണ് റേഷ്യോ എന്ന് നമുക്ക് മനസ്സിലാക്കുക. ഏതൊക്കെ ആറ്റം തമ്മിലാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്, അത് ഏത് റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് റെപ്രസെൻറ്റ് ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് ബൗണ്ടഡ് ടുഗദർ ഇൻ എ മോളിക്യൂൾ. മോളിക്യൂളിലുള്ള ആറ്റംസ് എങ്ങനെയാണ് കൃത്യമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മോളിക്കുലാർ കോമ്പൗണ്ടിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതാണ്ട് അയോണിക് കോമ്പൗണ്ട്. അയോണിക് കോമ്പൗണ്ട്സ് ആർ ന്യൂട്രൽ കോമ്പൗണ്ട്സ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് സോഡിയം ക്ലോറൈഡ് എന്ന് പറയപ്പെടുന്നതെല്ലാം 1:1 ആണ് വന്നേക്കുന്നത്. അപ്പോൾ തീർച്ചയായും ന്യൂട്രൽ കോമ്പൗണ്ട്സിലാണ്. മെയ്ഡ് അപ്പ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആർ കോൾഡ് കാറ്റിയോൺസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആർ കോൾഡ് കാറ്റിയോൺസ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അയോണിക് കോമ്പൗണ്ട്സിൽ അയോണുകളെയാണ് നോക്കുന്നത്. നമുക്കറിയാം ചാർജുള്ള ആറ്റംസിനെയാണ് നമ്മൾ അയോൺസ് എന്ന് പറയുക. ചാർജുള്ള ആറ്റംസിൽ പോസിറ്റീവ് ചാർജുള്ള അയോൺസിനെ നമ്മൾ കാറ്റിയോൺസ് എന്നും നെഗറ്റീവ്ലി ചാർജുള്ള അയോൺസിനെ നമ്മൾ ആനയോൺസ് എന്നുമാണ് വിളിക്കുന്നത്. പോസിറ്റീവ് ചാർജ് ഉള്ളത് കാറ്റിയോൺസും നെഗറ്റീവ്ലി ചാർജ് ഉള്ളത് ആനയോൺസും ആണ്. ഇനി അടുത്തത് അയോണിക് കോമ്പൗണ്ട്സ് ആർ കോമ്പൗണ്ട് മെയ്ഡ് അപ്പ് ഓഫ് അയോൺസ് ഫ്രം ചാർജ്ഡ് പാർട്ടിക്കിൾസ് വെൻ ആൻ ആറ്റം ഗെയിൻസ് ഓർ ലൂസ് ഓഫ് ഇലക്ട്രോൺസ്. അതായത് നമുക്കറിയാം അയോണുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണ്. അവിടെ ചിലപ്പോൾ അയോണുകളെ ഗെയിൻ ചെയ്യുകയും അയോണുകളെ എന്ത് ചെയ്യുന്നുണ്ട് ലൂസ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് അയോണിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നത്. എ കാറ്റിയോൺ ഈസ് ആൻ അയോൺ ചാർജ്ഡ് പോസിറ്റീവ്ലി, ആനയോൺ എന്താണ് നെഗറ്റീവ്ലിയുമാണെന്ന് നന്നായിട്ട് ഓർത്ത് വെച്ചേക്കണം. നമുക്ക് അയോണിക് കോമ്പൗണ്ടുകളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചേക്കണം, പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കണം കാറ്റിയോണോ, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിലും ആനയോണുമാണ്. ഇനി നമുക്ക് മോളിക്കുലാർ കോമ്പൗണ്ടുകളെയും അയോണിക് കോമ്പൗണ്ടുകളെ കുറിച്ചുള്ള ഒരു ഡിഫറൻസ് പഠിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ കോമ്പൗണ്ടുകളുടെ പ്രത്യേകത എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ആദ്യം നമുക്ക് അയോണിക് കോമ്പൗണ്ടുകളും രണ്ടാമത്തെ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന മോളിക്കുലാർ കോമ്പൗണ്ടുകളും ആണ്. അയോണിക് കോമ്പൗണ്ട്സ് ആർ മെയ്ഡ് ഓഫ് അയോണിക് ബോണ്ട്സ്. കണ്ടോ, അയോണിക് ബോണ്ടുകൾ വെച്ചിട്ടാണ്. വേറെ ഈസ് ആറ്റംസ് ആർ ഇലക്ട്രോസ്റ്റാറ്റിക്കലി അട്രാക്റ്റഡ് ടുവേർഡ്സ് ഈച്ച് അതർ. അതായത് എന്താണ് അവയ്ക്ക് പോസിറ്റീവ്ലി ചാർജ് നെഗറ്റീവ്ലി ചാർജ്, അവിടെ അയോണുകൾ തമ്മിൽ എന്ത് ചെയ്യുകയാണ് കമ്പൈൻ ചെയ്യുകയാണ്. ആറ്റംസ് ആർ ഇലക്ട്രോസ്റ്റാറ്റിക്കലി അട്രാക്റ്റഡ് ടുവേർഡ്സ് ഈച്ച് അതർ. ഇലക്ട്രോസ്റ്റാറ്റിക്കലി എന്ത് ചെയ്യുകയാണ് അട്രാക്റ്റ് ചെയ്തിട്ടാണ് അയോണിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നത്. ഇനി മോളിക്കുലാർ കോമ്പൗണ്ട്. മോളിക്കുലാർ കോമ്പൗണ്ട് ആർ മെയ്ഡ് അപ്പ് ഓഫ് കോവാലന്റ് കോമ്പൗണ്ട്സ്. അവ എന്താണ് കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഇതാണ് ശ്രദ്ധിച്ചോളൂ. വേഴ്സ് ഇലക്ട്രോൺസ് ആർ ദി ഷെയർഡ് ബിറ്റ്വീൻ ദ ആറ്റംസ് ഇൻവോൾവ് ഇൻ ദി ഫോർമേഷൻ. കോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ അറിയാം ഇലക്ട്രോൺസുകൾ തമ്മിൽ കൂടി ചേർന്നിട്ടാണ് ആരുണ്ടാവുന്നത് മോളിക്കുലാർ കോമ്പൗണ്ട്സ്. ഇവിടെ അയോണുകൾ കമ്പൈൻ ചെയ്ത് അയോണിക് കോമ്പൗണ്ടും അവിടെ എന്താണ് ഇലക്ട്രോൺസ് കമ്പൈൻ ചെയ്ത് മോളിക്കുലാർ കോമ്പൗണ്ട്സും ഉണ്ടാവുന്നു. ഇനി അടുത്ത അയോണിക് കോമ്പൗണ്ട്സ് ഒക്കർ ത്രൂ ദി ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ കാറ്റിയോൺസ് ആൻഡ് ആനയോൺസ്. അയോണിക് കോമ്പൗണ്ടുകളിൽ പ്രധാനമായിട്ടും ആരുടെയൊക്കെ ഇൻട്രാക്ഷൻസ് ഉള്ളത് കാറ്റിയോണും ആനയോണും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണുള്ളത്. മോളിക്കുലാർ കോമ്പൗണ്ട്സ് ഒക്കർ ത്രൂ ദ ഇൻട്രാക്ഷൻ ഓഫ് ന്യൂട്രൽ ആറ്റംസ്. ന്യൂട്രൽ ആറ്റംസ് തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ ആണ് എവിടെയുള്ളത് മോളിക്കുലാർ കോമ്പൗണ്ടിൽ കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്ത അയോണിക് കോമ്പൗണ്ട്സ് ആക്ട് ആസ് എ ഗുഡ് കണ്ടക്ടിങ് മീഡിയം ഓഫ് ദി ലിക്വിഡ് കണ്ടക്ടിങ് മീഡിയം ഇൻ ദി ലിക്വിഡ് മീഡിയം. അപ്പം നമ്മുടെ അയോണിക് കോമ്പൗണ്ട് എന്ന് പറയപ്പെടുന്നത് നല്ല കണ്ടക്ടേഴ്സ് ആണ്. ഇവിടെ ലിക്വിഡ് മീഡിയത്തിൽ നല്ല കണ്ടക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നവയാണ് അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. മോളിക്കുലാർ കോമ്പൗണ്ട്സ് നോട്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്, നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് അല്ല നമ്മുടെ മോളിക്കുലാർ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. molecular compounds are not good electrical conductors. The ionic compounds are strongest type of the chemical bond and therefore most compounds are solid with a very high melting point. നമുക്കറിയാം ionic compounds ന്റെ bond എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നല്ല strong bond ആയിരിക്കും. ഓക്കേ, ionic compounds ന്റെ bond strong bond ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഇവ solid ആയിട്ട് കാണുന്നുണ്ട്, high melting point ആയിരിക്കും solid state ൽ കാണപ്പെടുന്നവയ്ക്കെല്ലാം തന്നെ. അതാണ് ionic compounds എന്ന് പറയുന്നത്.
ഇനി കോവാലന്റ് കോമ്പൗണ്ട്സ് ആർ ക്വൈറ്റ് വീക്ക്, കുറച്ച് വീക്കായിരിക്കും. അയോണിക് കോമ്പൗണ്ട്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞാൽ കുറച്ച് വീക്കായിരിക്കും. മോസ്റ്റ് ഓഫ് ദി കോമ്പൗണ്ട് എക്സിസ്റ്റിന്റെ ഗേഷ്യസ് ഫേസ്. നമുക്കറിയാം ഏറ്റവും കൂടുതലും മോളിക്കുലർ കോമ്പൗണ്ട്സ് കാണപ്പെടുന്നത് അല്ലെങ്കിൽ കോവാലന്റ് കോമ്പൗണ്ട്സ് കാണപ്പെടുന്നത് ഗേഷ്യസ് ഫേസിലായിരിക്കും. ഇവിടെ സോളിഡ് ഫേസിലാണെങ്കിൽ അവിടെ എന്താണ് ഗേഷ്യസ് ഫേസിലായിരിക്കും. ഇതാണ് നമ്മുടെ അയോണിക് കോമ്പൗണ്ടും മോളിക്കുലർ കോമ്പൗണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? യെസ്, ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി അവിടെ നമുക്ക് കോമ്പൗണ്ടുകളും അതോടൊപ്പം അവയിൽ കമ്പൈൻ ചെയ്തിരിക്കുന്ന എലമെൻസിനെ നമുക്ക് പരിചയപ്പെടാം. വാട്ടറാണ്. വാട്ടർ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹൈഡ്രജനും ഓക്സിജനുമാണ് അതിൽ കമ്പൈൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമോണിയ ആണെങ്കിൽ നൈട്രജനും ഹൈഡ്രജനുമാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് സിമ്പിൾ CO2 ആണ്. കാർബണും ഓക്സിജനുമാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ നമുക്കറിയാം ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രജനും ക്ലോറിനുമാണ് അതിൽ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. മീഥേൻ്റെ സിമ്പിൾ CH4 ആണ്. കാർബണും ഹൈഡ്രജനുമാണ് മെയിൻ കമ്പോണൻസ് ആയിട്ട് വരുന്നത്. ഇതിനകത്ത് ഈഥേൻ C2H6 എന്ന് പറയുന്നതാണ്. അതിൽ കാർബണും ഹൈഡ്രജനുമാണ് മെയിൻ കോമ്പൗണ്ട് ആയിട്ട് കാണപ്പെടുന്നത്. സോഡിയം ക്ലോറൈഡ് ഓൾറെഡി അറിയാം, സോഡിയവും ക്ലോറിനുമാണ് മെയിൻ കമ്പോണൻസ്. കോപ്പർ ഓക്സൈഡ് CuO എന്നാണ് കോപ്പർ ഓക്സൈഡിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോപ്പറും ഓക്സിജനും ചേർന്നാണ് കോപ്പർ ഓക്സൈഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കോമ്പൗണ്ടുകളും അതിൽ കമ്പൈൻ ചെയ്തിരിക്കുന്ന നമ്മൾ എന്താണ് എലമെൻസിൻ്റെ കാര്യവുമാണ് പറഞ്ഞിരിക്കുന്നത്. എസ്, ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി നമുക്ക് കോമ്പൗണ്ടുകളും കെമിക്കൽ ഫോമിലും ഇപ്പോൾ പറഞ്ഞ കോമ്പൗണ്ടുകളും അവയുടെ കെമിക്കൽ ഫോമിലുമാണ്. ഓർത്ത് വെച്ചേക്കാം, വാട്ടറിൻ്റെ എന്താണ് H2O എന്നാണ്. സോഡിയം ക്ലോറൈഡ് കോമൺ സോൾട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ NaCl ആണ്. ഇനി നമുക്ക് മണ്ണ് എന്ന് പറയുമ്പോൾ സിലിക്കൺ ഡയോക്സൈഡ് ആണ്. സാൻഡ് അല്ലെങ്കിൽ മണൽ എന്ന് പറയപ്പെടുന്നത് എന്താണ്? സിലിക്കൺ ഡയോക്സൈഡ് ആണ്. അതിന് SiO2 എന്നാണ് സിമ്പിൾ. ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ SiO2 എന്നാണ്. ഇനി നമുക്കറിയാം കോസ്റ്റിക് സോഡ. കോസ്റ്റിക് സോഡ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. കോസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അതിൻ്റെ കെമിക്കൽ ഫോമുല NaOH എന്നാണ്. എന്താണ്? NaOH. ഇനി അടുത്തത് വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നതാണ് സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് ഡെക്കാ ഹൈഡ്രേറ്റ് എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ എന്താണ്? Na2CO3 10H2O. ഓർത്ത് വെച്ചേക്കണേ, Na2CO3 10H2O എന്ന് പറയപ്പെടുന്നതാണ് നമ്മുടെ വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. വാഷിംഗ് സോഡ. അപ്പോൾ Na2CO3 10H2O, അതായത് സോഡിയം കാർബണേറ്റ് ഡെക്കാ ഹൈഡ്രേറ്റ് എന്ന് പറയപ്പെടുന്നതാണ് നമ്മുടെ സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ വാഷിംഗ് സോഡ. അടുത്താണ് ക്യുക്ലൈം. അത് കാൽഷ്യം ഓക്സൈഡ് ആണ്. ക്യുക്ലൈം എന്നറിയപ്പെടുന്നത് എന്താണ്? കാൽഷ്യം ഓക്സൈഡ് ആണ്. അതിൻ്റെ സിമ്പൽ CaO എന്ന് പറയുന്നതാണ്. CaO. ഓക്കെ, അടുത്താണ് കാൽഷ്യം കാർബണേറ്റ്. അത് ലൈം സ്റ്റോൺ ആണ്. ലൈം സ്റ്റോൺ എന്ന് വെച്ചാൽ നമുക്കറിയാം ചുണ്ണാമ്പ് കല്ല് എന്ന് പറയും. അതാണ് കാൽഷ്യം കാർബണേറ്റ്. അതിൻ്റെ സിമ്പൽ CaCO3 ആണ്. നമുക്ക് എല്ലാവർക്കും പഠിച്ചിട്ടുണ്ട്, കാക്കോ3 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ CaCO3 എന്ന് പറയുന്നത്. മാർബിൾ എന്ന് പറഞ്ഞാലും അങ്ങനെ കുറേ കോമ്പൗണ്ടുകളുണ്ട്. എല്ലാത്തിൻ്റെയും പേര് നമ്മൾ പഠിക്കും. ഇതെല്ലാം CaCO3 എന്ന ഫോമിലാണ് കാണപ്പെടുന്നത്. ഷുഗർ C12 H22 O11 എന്ന് പറയുന്നതാണ് നമ്മുടെ ഷുഗർ. ഓക്കെ, ഓർത്ത് വെച്ചേക്കണേ. C12 H22 O11 എന്ന് പറയുന്നതാണ് ഷുഗർ എന്ന് പറയപ്പെടുന്നത്. ഓർത്ത് വെച്ചേക്കണേ, ഷുഗർ. ഷുഗർ എന്ന് പറഞ്ഞാൽ സൂക്രോസ് എന്ന് പറയുന്നത് നമ്മൾ സൂക്രോസ്, സാധാരണ ഷുഗറിനെ നമ്മൾ സൂക്രോസ് എന്നാണ് വിളിക്കുന്നത്. ഇനി വേറൊരാളുണ്ട് C6 H12O6. അതാരാ? ഗ്ലൂക്കോസ്. ഇതിനെ ഫ്രക്ടോസ് എന്നും അറിയപ്പെടും, കാരണം ഇവയെല്ലാം ഐസോമറുകളാണ്. അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ആളെ C6 H12O6. ഓർത്തേക്ക C12 H22 O11 ഷുഗർ, സൂക്രോസ് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഈ സൾഫ്യൂരിക് ആസിഡ് H2SO4ഉം അമോണിയ NH3 ആണെന്ന് അറിയാം. പക്ഷേ കുറച്ച് കോമ്പൗണ്ടുകൾ അവിടെ കെമിക്കൽ ഫോമിലുമാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് അയോണിക് കോമ്പൗണ്ട്സും ഓർഗാനിക് കോമ്പൗണ്ട്സും തമ്മിലുള്ള അയോണിക് കോമ്പൗണ്ട്സ് അല്ല, ഓർഗാനിക് കോമ്പൗണ്ട്സും ഇൻഓർഗാനിക് കോമ്പൗണ്ട്സും. നമുക്കറിയാം അയോണിക് കോമ്പൗണ്ട്സ് ഒന്നും മോളിക്കുലർ കോമ്പൗണ്ട്സ് ഒന്നും കോമ്പൗണ്ട്സിനെ തിരിക്കുന്ന പോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു മേഖലയാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒന്നും ഇൻഓർഗാനിക് കോമ്പൗണ്ട്സും. ഞാൻ കോമ്പൗണ്ട്സിനെ രണ്ടായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒന്നും ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് ഒന്നും ആയിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് കോമ്പൗണ്ട്സിനെ തിരിക്കാൻ സാധിക്കും. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ അവയിൽ ഏത് ബോണ്ടിങ് ആണ് തുടങ്ങിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി മോളിക്കുലാർ കോമ്പൗണ്ടുകളെ രൂപപ്പെട്ടിരിക്കുന്നത് കോവാലന്റ് ബോണ്ടിങ് വഴിയാണെന്നും അയോണിക് കോമ്പൗണ്ടുകൾ അയോണിക് ബോണ്ട് വഴിയാണ് രൂപപ്പെട്ടതെന്നും ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻഓർഗാനിക് കോമ്പൗണ്ട് ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഓർഗാനിക് കോമ്പൗണ്ട്സ് വെച്ചാൽ യൂസ് മോസ്റ്റ്ലി കോവാലന്റ് ബോണ്ടിങ്. കണ്ടോ, കോവാലന്റ് ബോണ്ടിങ് വഴിയാണ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ രൂപപ്പെടുന്നത്. എന്നാൽ ഇൻഓർഗാനിക് കോമ്പൗണ്ടുകളോ യെസ്, അത് അയോണിക് ബോണ്ടിങ് വഴിയാണ് രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നേരത്തെ പഠിച്ച ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാം. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം. ഓർഗാനിക് കോമ്പൗണ്ട് ആണെങ്കിൽ കോവാലന്റ് ബോണ്ടിങ്ങും
ഇനോർഗാനിക് കോമ്പൗണ്ട് ആണെങ്കിൽ അയോണിക് ബോണ്ടിങ് വഴിയുമാണ് എന്ത് ചെയ്യുന്നത്, രൂപപ്പെടുന്നത്. ഇനി അടുത്തത് ആണ് ഗ്യാസസ്, ലിക്വിഡ്സ്, സോളിഡ്സ് വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ്. ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ ആരെയൊക്കെ കാണാം, ഗ്യാസസിനെയും ലിക്വിഡുകളെയും സോളിഡുകളെയും കാണാം, ലിക്വിഡ്സ് ഓർ സോളിഡ്സിനെ കാണാം. ഇവയെല്ലാം എന്താണ്, ലോ മെൽറ്റിംഗ് പോയിന്റിലാണ് കാണപ്പെടുന്നത്. നമുക്ക് ഓൾറെഡി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇനി ഓർഗാനിക് കോമ്പൗണ്ട്സ് സോളിഡ് സ്റ്റേറ്റിലുണ്ട്, വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റിലാണ് അവയെ കാണപ്പെടുന്നത്. അപ്പോൾ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആണെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നു, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചിരിക്കാം. ഇനി അടുത്തത് സോലുബിലിറ്റിയിലേക്കാണ് വരുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണെങ്കിൽ ഇൻസോലുബിൾ ഇൻ വാട്ടർ, വാട്ടറിൽ ഇൻസോലുബിൾ ആണ്, ഓർത്ത് വെച്ചേക്കണം. ഓർഗാനിക് കോമ്പൗണ്ടുകളാണെങ്കിൽ ഇൻസോലുബിൾ ഇൻ വാട്ടർ. എന്നാൽ ഇനോർഗാനിക് കോമ്പൗണ്ടുകളാണെങ്കിൽ മെനി ആർ വാട്ടർ സോലുബിൾ, കുറച്ചൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വാട്ടർ സോലുബിൾ ആണ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം. ഇനോർഗാനിക് കോമ്പൗണ്ടുകൾ വാട്ടർ സോലുബിൾ ആണ്, കുറച്ച് വാട്ടർ സോലുബിൾ ആണ്. ഇനി ഓർഗാനിക് കോമ്പൗണ്ട് മോസ്റ്റ്ലി എന്താണ്, കുറേ അധികം ഇൻസോലുബിൾ ഇൻ വാട്ടർ ആണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് മെനി ഓഫ് ദി സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവെൻസ് സച്ച് ആസ് പെട്രോളിയം, ബെൻസീൻ, ഹെക്സീൻ എന്നിവയിലാണ്. ഓർത്ത് വെച്ചേക്കുക, നമ്മുടെ ഹെക്സൈനിലും ബെൻസീനിലും പിന്നെന്താണ് പെട്രോളിയത്തിലുമൊക്കെയാണ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ കൂടുതലും എന്താണ് ലയിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ സോൾവെന്റ് എന്നറിയപ്പെടുന്നവ ആരൊക്കെയാണ്, ബെൻസീനും ഹെക്സൈനും പെട്രോളിയം ഒക്കെയാണെന്ന് നല്ല രീതി ഓർക്കുക. ഇനി ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആണ്, ശ്രദ്ധിച്ചു വെച്ചോളുക. മോസ്റ്റ് ആർ നോട്ട് സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവെൻസ്. നമ്മൾ ഈ പറഞ്ഞ ബെൻസീനിലോ അല്ലെങ്കിൽ പെട്രോളിയത്തിലോ ഹെക്സൈനിലോ ഒന്നും തന്നെ ഇനോർഗാനിക് കോമ്പൗണ്ടുകൾ എന്ത് ചെയ്യാറില്ല, പെട്ടെന്ന് ഡിസോൾവ് ആവാറില്ല എന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി കണ്ടക്ടിവിറ്റിയിലേക്കാണ്. സൊല്യൂഷൻ ഓൺ വാട്ടർ ജനറലി ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓർഗാനിക് കോമ്പൗണ്ട് ആണെങ്കിൽ അവയുടെ സൊല്യൂഷൻ സ്റ്റേറ്റിലാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അത് നല്ല കണ്ടക്ടേഴ്സ് അല്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കാം, അയോണിക് കോമ്പൗണ്ട്സ് ആണെന്നറിയാലോ ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പോൾ തീർച്ചയായിട്ടും വെൻ ഡിസോൾവ് ഇൻ വാട്ടർ കണ്ടക്ട് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിനെ എന്ത് ചെയ്യും, കടത്തിവിടും. അതായത് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആയിരിക്കും ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബേൺ ചെയ്യുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് എങ്കിൽ ഓൾമോസ്റ്റ് ഓൾ ബേൺ ചെയ്യുന്നവയാണ് ആര്, ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എങ്ങനെയാണ്, മോസ്റ്റ് നോട്ട് കമ്പസ്റ്റബിൾ. അപ്പോൾ നന്നായിട്ട് കത്തുന്നവയല്ല ആര്, നമ്മുടെ ഇനോർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മറ്റ് കെമിക്കൽസുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് സ്ലോ ടു റിയാക്ട് വിത്ത് അതർ കെമിക്കൽസ്. മറ്റ് കെമിക്കൽസുമായിട്ട് ഒരു സ്ലോ റിയാക്ഷൻ മാത്രമേ ഓർഗാനിക് കോമ്പൗണ്ട്സിന് നമ്മൾ കാണാറുള്ളൂ. എന്നാൽ ഇനോർഗാനിക് കോമ്പൗണ്ട്സോ ഓഫ്റ്റൻ അണ്ടർഗോ ഫാസ്റ്റ് കെമിക്കൽ റിയാക്ഷൻസ്. ഫാസ്റ്റ് കെമിക്കൽ റിയാക്ഷൻസ് അയോണിക് അല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും, ഫാസ്റ്റ് കെമിക്കൽ റിയാക്ഷൻസ് ആയിരിക്കും ഇനോർഗാനിക് കോമ്പൗണ്ട്സുകൾക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സുകളെയും ഇനോർഗാനിക് കോമ്പൗണ്ട്സുകളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇതെല്ലാം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്ന് വീഴുന്നതാണ്. നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തിരിക്കുക, ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു ഓൾ.